കുറെ ബൈക്കുകളുണ്ട്. പക്ഷെ ഇവർക്ക് ഇതിനൊന്നും കിട്ടാതെ പ്രൗഡിയും ഒരു എന്താ പറയുക, ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഒരു എലഗൻസ് എന്നൊക്കെ പറയത്തില്ലേ, അല്ലെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് ലുക്ക് എന്ന് പറയത്തില്ലേ. നമ്മളിപ്പോൾ എങ്ങനെയൊക്കെ ഓടിച്ചാൽ ആ ബൈക്കിന് എക്സിക്യൂട്ടീവ് വാല്യൂ കിട്ടും എന്ന് പറയത്തില്ലേ, അതായിരുന്നു സ്പ്ലെൻഡറിന്റെ പ്രത്യേകത. കാരണം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ അമ്മാവന് ഒരു പുള്ളി MBBS ആണ് പഠിക്കുക. MBBS പഠിക്കുന്ന സമയത്ത് ഒരു ബൈക്ക് മേടിച്ചാണ് സ്പ്ലെൻഡർ, ഒരു പുത്ത സ്പ്ലെൻഡർ, നല്ല ബ്ലാക്ക് കളറൊക്കെ ആയിട്ട്. അതിൻ്റെ അലോയ് ഒന്നുമില്ല, കമ്പി വീലിൻ്റെ ആ പുതിയൊരു ബൈക്കിന്റെ കമ്പി വീലിലൊരു ടെക്സ്ചറൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കരമായിട്ട് എനിക്കിപ്പോഴും നല്ല ഫോണ്ട് മെമ്മറീസ് ഉള്ളൊരു സംഭവമാണ് ഈ സ്പ്ലെൻഡർ എന്ന് പറഞ്ഞാൽ. ഈ സ്പ്ലെൻഡർ എന്തുകൊണ്ട് ഹിറ്റാന്ന് നമുക്ക് പറയാം. സ്പ്ലെൻഡർ ഹിറ്റാനുള്ള ഒരേ ഒരു കാരണം ഹോണ്ടയുടെ സൂപ്പർ കപ്പ് എന്ന് പറയുന്ന സെയിം മോഡലിലെ എഞ്ചിനാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. സെയിം എഞ്ചിൻ, ലോകത്തിലെ ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള എഞ്ചിൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് പറയേണ്ടത് ഹോണ്ടയുടെ സൂപ്പർ കപ്പാണ്. പല മാഗസീൻസും അത് ടെസ്റ്റ് ചെയ്ത് നോക്കിയത് എഞ്ചിൻ ഓയിൽ ഇല്ലെങ്കിൽ പോലും ആ ബൈക്ക് കൂടിക്കൊണ്ടിരിക്കും, വേറൊരു പ്രശ്നം ഉണ്ടാകത്തില്ല. സെയിം എഞ്ചിനാണ് ഹീറോ ഹോണ്ട സ്പ്ലെൻഡറിനകത്തിരിക്കുന്നത്. വെറുതെ അല്ല ഇപ്പോഴും നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത്. ഹോണ്ടയ്ക്ക് പോലും സത്യം പറഞ്ഞാൽ ഈ ഷൈൻ 100 എന്നൊക്കെ പറഞ്ഞ ഹോണ്ട തന്നെ കുറെ ബൈക്കുകൾ ഇറക്കിയെങ്കിലും ആൾക്കാർക്ക് സ്പ്ലെൻഡറിൽ നിന്ന് കിട്ടുന്ന ഒരു സുഖം അല്ലെ ആ ടേസ്റ്റ് ഈ ബൈക്കിനൊന്നും റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള സത്യം. അതുകൊണ്ടാണ് ഇന്ത്യയിലെ നമ്പർ 1 ആയിട്ട് സ്പ്ലെൻഡർ പോകുന്നത്. പിന്നെ സ്പ്ലെൻഡറിന്റെ കാര്യം പറയാനാണെങ്കിൽ ഞാൻ ബൈക്ക് ഓടിക്കാൻ പഠിച്ച സ്പ്ലെൻഡറിലാണ്. നമ്മുടെ കൂട്ടുകാരൻ്റെ വീട്ടിൽ, എൻ്റെ കൂട്ടുകാരൻ മാഷിന്റെ വീട്ടിലൊരു പുതിയ സ്പ്ലെൻഡർ മേടിച്ചു. മാഷിന് വീട്ടിൽ സ്പ്ലെൻഡർ മേടിച്ചപ്പോഴത്തേക്കും എനിക്ക് ഓടിക്കാറില്ല, അവനും ഓടിക്കാറില്ല. അപ്പൊ ഞാനും അവനും കൂടെ ഓടിച്ചോടിച്ചാണ് പുത്ത സ്പ്ലെൻഡറിനകത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഓടിച്ച് ആണ് ഞങ്ങൾ കൈ തെളിഞ്ഞത്. ഞങ്ങൾ